അവസാനത്തെ വിൽപ്പനയല്ലേ ഇവനെ ഒരുപാട് വിറ്റ് കഴിഞ്ഞു. ഇത് അവസാനത്തെ എന്ത് പറയാനാ മൂടേ. വീഡിയോ ഗൈസ് ആഫ്റ്റർ ലോങ് ടൈം ഞാനുണ്ട്, അൽത്താഫുണ്ട്, ആകാശുണ്ട്. നമ്മളെല്ലാവരും നിഹാസിന്റെ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പെയാണ് നിൽക്കുന്നത്. അറബിക് നൈറ്റ് ആണ് ഗൈസ് ടുഡേ. സോ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് അറബിക് നൈറ്റ് അറ്റ് നിഹാസ് home. Let's go there guys. Why hations for me da and I was only far away. Would I run off the world someday? Nobody knows. ഗൈസ് ഞാൻ അവന്മാരെല്ലാരും കൂടി ഒരേ കണക്ക് ഡ്രസ് ഇട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു കൊച്ചിരൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ അടുത്ത ബ്ലോഗ്. അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ സ്റ്റുഡിയോന്നൊക്കെ പാക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. വൈശാഖൻ ആൾറെഡി പോയി. അപ്പൊ നമുക്ക് നേരെ നിഹാസിന്റെ വീട്ടിലോട്ട് പോയിട്ട് സെറ്റാം. ഗൈസ് നിഹാസിന്റെ വീട്ടിലെത്തി. അതിന് കാണിച്ചു തരാവേ ഗൈസ്. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. വീട്ടിലോട്ട് വരൂ. അബ്ദുട്ടി മകൻ സുദ്ദുട്ടി എന്നവൻ ഇറങ്ങാൻ വേണമല്ലേ. എന്റെ കല്യാണം സംബന്ധിച്ച് ഞാൻ വെറൈറ്റി പിടിച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡാൻസ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മളിതാ എത്ര മണിയായി? ഏകദേശം 10 മണി കഴിഞ്ഞു ഗൈസ്. ഇപ്പം ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് നബീൽ ഇങ്ങനെ എത്തി നോക്കുവാണ് ഗൈസ്. പിന്നെ എല്ലാവരും അണഞ്ഞു. ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല കിട്ടുന്ന പാട്ടൊക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ കിടന്ന് അതായിരുന്നു ഗൈസ്. അപ്പം ഇന്നത്തെ ഡേ ഇവിടെ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് കാണാം. അപ്പം നാളെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഡേ 2 അങ്ങനെ തലേന്നാണ് നിഹാസിന്റെ. നാളെയാണ് കല്യാണം. എന്റെ മോൻ കണ്ട ഞാനാണെങ്കിൽ ഉറങ്ങി പണ്ടാരമായിട്ട് ഇരിക്കുന്നു. അവൻ വന്ന് എന്നെ കുത്തി വിളിച്ച് ഈ വാള എന്തുവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു കഴിച്ചു. ഇന്നലത്തെ രാത്രി 10-12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആകാശിന്റെ വീട്ടിലെത്തിയ. അവിടെ വയ്യാതായിട്ട് ഇന്നലെ അങ്ങനത്തെ സംഭവം കിടന്നു കേട്ടോ. അവന് ഒട്ടും വയ്യാതായി. എന്നിട്ട് പിന്നെ അവൻ്റെ മടത്തിൽ കിടന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ നേരെ കടയിൽ പോകുന്നത്. പറയാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഭയങ്കര ഹാങ് ഓവറായിരുന്നു. ഇപ്പം പിറ്റേന്ന് തലേന്നാണ് ഗൈസ്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കാണും. റൂമാണ്. ഈ റൂമാണ് നമ്മൾ ഇനി അലങ്കരിക്കാൻ പോകുന്നത്. അവരൊക്കെ പോയി നമ്മളിതാ ബലൂൺ പെരുപ്പിക്കാൻ തുടങ്ങി. 2 പെരുപ്പിച്ച് നമ്മൾ താഴെട്ടിരിക്കുക. ഗൈസ് ഡേ 3 ഓഫ് നിഹാസ് മാരേജ്. അങ്ങനെ ഇന്നാണ് നിഹാസിന്റെ കല്യാണം. ഞാൻ രാവിലെ തന്നെ വന്ന് ബൊക്കെ എടുക്കാനായിട്ട് വന്നു. ഇതാണ് അതെ, അല്ലെങ്കിൽ വാടി പോകത്തില്ലേ ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുത്തോണ്ട് പോവുകയാണ് ഗൈസ്. കൊള്ളാല്ലേ? ഓക്കെ ഗൈസ്, നിഹാസിന്റെ വസ്ത്രത്തിന്റെ വീഡിയോ എടുക്കുന്ന ക്യാമറമാൻ നിഹാസ് നിന്ന് കറങ്ങുന്നു. ഗൈസ്, ഇത് നമ്മളിന്നലെ അലങ്കരിച്ചാണ്. മിക്കുള്ള സാധനങ്ങൾ ഇളകി പോയി.
ചെറുക്കൻ ഇവിടെ ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. ഗൈസ് എൻ്റെ കിടപ്പ് നമ്മുടെ പൈമാരെ ഏകദേശം കല്യാണത്തെ കോസ്റ്റ്യൂം തന്നെയാണ് എടുത്തേക്കുന്നത്. വളർന്നേ ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും അണിഞ്ഞൊരുങ്ങി. അയ്യോ എന്താ മാറിപ്പോണേ വെറുതെ എന്തോ വായിക്കുന്നു. നമ്മള് അവ അണിഞ്ഞിട്ടില്ല ഗൈസ്, ഒരുങ്ങിയിട്ടില്ല ഗൈസ്. ചുണ്ടൊക്കെ ചുമന്നിരിക്കണം. എന്ത് ചെയ്ത ഇനിയിപ്പം നമുക്ക് നേരെ പോയിട്ട് കണ്ണിൽ ഞാനൊരു ലെൻസ് വെച്ചു. വേദന അടിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് 5 വണ്ടിയോളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കയറി പോയി. എനിക്കിടയ്ക്ക് വെച്ച് ചെറിയ സീൻ വന്നു. അങ്ങനെ ഞാൻ കുറച്ച് മാറി നിന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലീൻസ് വന്നു. നമ്മൾ അല്ലീൻസിന്റെ വണ്ടിയിൽ കയറി ഇപ്പോൾ കണ്ട ഗൈസ്. അല്ലീൻസ് മീൻസ് നമ്മുടെ നബീലാണ്. ബ്രഹ്മത്തെ അതെ. അപ്പൊ നമ്മളിപ്പോ ഏകദേശം വെഞ്ഞാറോട് കഴിഞ്ഞ് ഇനി നമുക്ക് അവിടെ എത്താനുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പോളോയിൽ പറക്കുകയാണ് ഗൈസ്. പായിപ്പാട് പള്ളിയിലെത്തി. കണ്ട ചെറുക്കനും വണ്ടിയും അവിടെ എണ്ണു. നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ആ വണ്ടി ഓടിക്കുന്നവർ ഓട്ടിച്ചതുകൊണ്ട് നമ്മളെല്ലാരും എത്തുന്നതിന് മുമ്പേ എത്തി ഗൈസ്. പിന്നെ അതിൽ പെട്ടെന്ന് എത്തുമല്ലോ, അറിയാലോ പറയണ്ടേ. എന്തുവാ, we are waiting for our parents, family, relatives, everyone. So now we are in Paipat Masjid. This is Paipat Masjid, one of the biggest masjid in this area, I think so. ഗൈസ് അങ്ങനെ എല്ലാവരും പള്ളിക്കറി ഉള്ളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്താ കസിൻസൊക്കെ ഒരേ വെഡിങ്ങാണ്. പിന്നെ അവസാനത്തെ വിൽപ്പനയല്ലേ, ഇവനെ ഒരുപാട് വിറ്റ് കഴിഞ്ഞു. ഇത് അവസാനത്തെ വിൽപ്പനയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ വിൽക്കുകയില്ല. ഗൈസ് ഫൈനലി അങ്ങനെ നിക്കാഹൊക്കെ പള്ളിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നിഹാസ് സ്റ്റേജിലേക്ക് വേണം. നമ്മൾ നക്ഷത്ര ഓഡിറ്റോറിയത്തിലാണ്. കണ്ടോ ഗൈസ്, അതാണ് നിഹാസിൻ്റെ അളിയനെന്ന് തോന്നുന്നു. ആയിരിക്കില്ലേ എനിക്കറിഞ്ഞൂടെ. ഗൈസ് അവിടെ നിഹാസിൻ്റെ കല്യാണം നടക്കുവാണ്. ഞാനാണെങ്കിൽ ആ ടൈമിൽ ഇവിടെ വന്നു. കാര്യം കണ്ട ചെറുക്കൻ്റെ ചെരുപ്പായിരുന്നു, ഞാൻ ചവിട്ടി ഇളക്കി ഗൈസ്. അവൻ എൻ്റെ ചെരുപ്പ് മേടിച്ചിട്ട് അവൻ്റെ ചെരുപ്പ് വന്നു. കുഴപ്പമില്ല, ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ സ്പെയർ ചെരുപ്പുണ്ടായിരുന്നു. എത്തിക്കാം അതിനങ്ങനെ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇത്തിരി വർഷമായി പോയി. നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി. ഫൈനലി വി റീച്ച് അവർ ഹോം.
അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നില്ലേ കല്യാണം? പൊളിച്ചു, അടി കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. നന്നായിട്ട് നടക്കട്ടെ. നമ്മുടെ എന്തല്ലേ നന്നായി വാ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് വരപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.